അത് ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ലാത്ത, പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവരത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ഈ പാലക്കാട്ടെ ഒരു ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? യാതൊരുവിധ സത്യവുമില്ല. ഒരു പാലക്കാട്ട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയോ എനിക്ക് ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയിൽ ഇപ്രകാരം നാണം കെടുത്തുന്നതിനോ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് അവർക്ക് തെളിയിക്കാം. അവർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരത് തെളിയിക്കേണ്ടി വരും. ഞാനതിന് ശക്തമായ രീതിയിൽ പോലീസിലും മറ്റും പരാതിപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇവർ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കാൻ ബാധ്യസ്ഥയാണ്. എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കവലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ രാത്രിയിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ജില്ലയിൽ വന്ന് അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ട് പോകുന്നെന്നും അതിനെതിരെ അത് ശരിയല്ലെന്നും ജില്ലാ പ്രസിഡന്റായ ഞാൻ ഇത് അറിയുന്നില്ലെന്നും സംസ്ഥാനത്ത് വിളിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴ നോർത്ത് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം സാർ ഉന്നയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് രാത്രിയിൽ തന്നെയാണ് ശോഭ ഇവിടെ വരികയും ഇവിടെ ഉള്ളവരെ അവിടെ ചെല്ലാൻ പറയും. അപ്പം ഞാൻ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഞങ്ങൾ പോണോ, ഇങ്ങനെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്റെ അറിവോടുകൂടിയല്ല വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞു. പണപ്പിരിവ് നടത്തിയെന്ന് തന്നെയാണോ പറയുന്നത്, ആരോപിക്കുന്നത്? അത് ജില്ലാ പ്രസിഡന്റ് തന്നെ സംസ്ഥാനത്തിനെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ലോക്സഭാ ഇലക്ഷന്റെ സമയത്താണോ? അല്ല, ഈ ഇലക്ഷന് വേണ്ടിയിട്ട്, നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് നടന്ന ഇലക്ഷന് വേണ്ടി, അതെ, അതിന്റെ ഭാഗമായിട്ടുള്ള പണപ്പിരിവ് ഇവിടെ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമ്പലപ്പുഴ അരുൺ അനിരുദ്ധൻ ഈ ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലം കൈയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് തോറ്റുപോയിട്ട് ശേഷം വീണ്ടും നിയമസഭാ സീറ്റ്, ഇവരെല്ലാം ഒരു ഗാങ് ആയിട്ട് നിന്നുകൊണ്ട് പാവപ്പെട്ട പ്രവർത്തകർ, ഇതൊരു ദൈവീകമായ പ്രസ്ഥാനം ഉയർന്നു വരാൻ അതിനെ അനുവദിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പാലക്കാട് നടന്ന ഈ വോട്ടിന് കാശ് എന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരുടെ ഈ ധിക്കാരപരമായ വണ്ടിയിൽ നിന്ന് ഇറക്കി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി, ഇതെല്ലാം ഇവരുടെ ശരിയായ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. ഒരു 60 വയസ്സുള്ള വൃദ്ധയായ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്, അടിച്ച് നിന്റെ ചെപ്പ കളയുമെന്നും അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന പല ആരോപണങ്ങളും ഇവരുന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു വനിതയ്ക്കെതിരെ ഇപ്രകാരം യാതൊരു സത്യവുമില്ലാത്ത ഒരു കാര്യം, അത് ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ലാത്ത, പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവരത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.